പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 5-ാം പുസ്തകം 107-ാം സങ്കീർത്തനം കുറച്ച് കഷ്ടതകളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവർ അവൻ്റെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവൻ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. 2 അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. അവരുടെ ദൈവത്തിലുള്ള വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനകളെ നിരസിക്കുകയും ചെയ്തവർ ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അരിഷ്ടയുടെ ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടവർ അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവരുടെ കഷ്ടത്തിൽ നിന്ന് അവർ വിടിച്ചു. 18-ാമത്തെ വചനത്തിൽ അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. തങ്ങളുടെ അകർത്തങ്ങൾ കഷ്ടപ്പെട്ട് പോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായി അകർത്തെ കഷ്ടപ്പെട്ട് അവർക്ക് മരണവാദികളോടിച്ചു. അവർ അവരുടെ കഷ്ടത നിലവിളിച്ചു, ദൈവം അവരെ വചനമയച്ചവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുന്നത് 18-ാമത്തെ വചനത്തിൽ അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ച് അവർ അവരുടെ കഷ്ടത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. കപ്പൽ കയറി സമുദ്രത്തിലൂടെ ഓടി അവർ പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ ആഴിയിൽ അവരുടെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ചിട്ടൊരു കൊടുങ്കാറ്റടിച്ചു, അവർ അവിടെ കപ്പലുകൾ ആകാശത്തിലേക്ക് പൊങ്ങി താഴേക്ക് താണു. അവരുടെ ബുദ്ധി പോയിരുന്നു. അവർ അവരുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ച് താൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. വീണ്ടും അവർ കഷ്ടതയിലേക്ക് മടങ്ങിപ്പോയി. കാരണം എന്താണ്? അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി അവരുടെ കന്നുകാലിൽ കുറഞ്ഞു പോകുവാൻ അവരുടെ ആക്കിയതില്ല. പീഡനവും കഷ്ടതയും സങ്കടവും ചെയ്തുപോയർ പിന്നെയും കുറഞ്ഞു താണുപോയി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവരുടെ നിലവിളിക്ക് വചനമയച്ച് ദൈവം സൗഖ്യം വരുത്തിയെങ്കിൽ നിൻ്റെ നിലവിളിക്ക് സൗഖ്യം തരുവാൻ എൻ്റെ കർത്താവ് മതിയായവരാണ്. അവൻ നിൻ്റെ അരികിൽ വന്നിട്ടുണ്ട്, അവൻ ചേർന്ന് വന്നിട്ടുണ്ട്. അവൻ സൗഖ്യമാക്കുന്നവരാണ്. ആ കഷ്ടതയിൽ വചനമയച്ച് സൗഖ്യമാക്കുന്നവരാണ്. വചനമയച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ. അവൻ വചനമയച്ച് നിനക്ക് സൗഖ്യം തരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും, വചനം അനുസരിക്കുന്ന എല്ലാവരും, വചനത്തിൽ വിശ്വസിക്കുന്നവർ സ്വർഗം തുറന്ന് ദൈവം അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കും. ഭൂമിയുടെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മാത്രമേ നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. നീ ഏത് കഷ്ടതയിലായിരുന്നാലും, നീ ഏത് പ്രയാസത്തിലായിരുന്നാലും, നീ ഏത് ദുഃഖത്തിലായിരുന്നാലും, നിൻ്റെ കഷ്ടതയിൽ നീ നിലവിളിച്ചാൽ നിൻ്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ്റെ സനയിലേക്ക് നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. വചനമയച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവമേ, സങ്കീർത്തനം 72-6 ആജ്ഞ പ്രദേശം മഴ നനയ്ക്കാൻ പോകുന്ന വൻവെള്ളം ഇറങ്ങി വന്ന് വ്യാപരിക്കണമേ. മത്തായി 3:14, ലൂക്കോസ് 3:16. പരിശുദ്ധാത്മാ ശക്തി വ്യാപരിക്കണമേ. സെക്കൻഡ് 2 ശക്തി തീമുതിൽ തീർക്കണം. പുറപ്പോട് 10 വന്ന അഗ്നി വ്യാപരിക്കണം. 12-29 ദഹിപ്പിക്കുന്ന അഗ്നി വ്യാപരിക്കണമേ. ഈ വചനത്താൽ ശുദ്ധീകരിച്ച് അനുഗ്രഹം തരണമേ. അവിടുത്തെ 22 മുതൽ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും വയലും വഴിയും കൊട്ടയും വട്ടിയും തൊട്ടിയും കന്നുകാലിയുടെ പേരും മക്കളുടെ പേരും എല്ലാം അനുഗ്രഹിക്കപ്പെടുക ദൈവമേ ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും, ഈ കുര്യൻസ് ചാനലിലെ വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക ദൈവമേ. ഇന്ന് സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ. അവിടെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരൊരു അനുഗ്രഹമായി മാറണമേ. നിത്യവറുതി അവകാശമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണില്ലാത്തവന് കാഴ്ച കൊടുത്ത കർത്താവെ, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത കർത്താവെ, വെള്ളത്തിൽ നിന്ന് കടന്നു വന്ന ദൈവമേ, 5 അപ്പം കൊണ്ട് 5000 പൊട്ടിപ്പിച്ച ദൈവമേ, ലൈറോസിൻ്റെ മകൾ ഓർപ്പിച്ച ദൈവമേ, വിധവയുടെ മകൻ ഓർപ്പിച്ച ദൈവമേ, ലാസറെ പുറത്തു വരുത്തിയ കർത്താവേ, അവിടെ നിന്ന് ദൈവമേ ഞങ്ങളെ നീ ജീവൻ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. കുളത്തിൻ്റെ കര 38 വർഷം കാലം കിടന്ന മനുഷ്യൻ നടത്തിയതുപോലെ ഹല്ലേലൂയ ദൈവമേ ഞങ്ങളെ നീ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പാപിനിയായ സ്ത്രീയോട് നീ പറഞ്ഞ പോലെ ഇനി മേലെ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ ദൈവമേ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ചു തരുന്നു. അപ്പോൾ ഗോസ്പൽ സൈക്കിനെ ഏൽപ്പിച്ചു തരുന്ന ദൈവമേ, ഈ ചാനലിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, അകത്തും പുറത്തും എല്ലാം അനുഗ്രഹിക്കപ്പെടാത്തിരണമേ. എബ്ര 12:20 വചനം ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കണമേ. അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുനാമത്തിൽ തന്നെ ആമേൻ.